പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരിത്തെ കാണുവാൻ ദൈവമായ കർത്താവ് നമുക്ക് സൗഖ്യവും ബലവും ആരോഗ്യവും നൽകി തന്നോർത്ത് കർത്താവിനെല്ലാം മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കാൻ ആധാരമായി യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഐസിയ ചാപ്റ്റർ 43 വേഴ്സ് 4. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഇത് പ്രവാചകനായ ഇസ്രയേൽ പ്രവാചകനായ യെശയ്യാവ് ദൈവജനമായ ഇസ്രയേലിനോട് ദൈവത്തിൻ്റെ ദൂത് സംസാരിക്കുന്ന ഒരു ഭാഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാക്കാണ്. വാക്ക് തുടങ്ങുന്നത് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകിയാൽ. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച്, ഇത് കാലഘട്ടം പഴയ നിയമ കാലഘട്ടമാണ്, ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം തമ്പുരാൻ പറയുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായിരിക്കാൻ. അവിടെ പഴയ നിയമകാലത്തൊക്കെ ഉള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ ഒന്നിനെ കൊടുത്തിട്ട് ഒന്ന് വാങ്ങുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ നാണയത്തിൻ്റെ സിസ്റ്റങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി കൊടുക്കുക, ഒരു രാജ്യത്തിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ട് മറ്റൊരു ഭാഗം മേടിക്കുക, ഈ രാജകുമാരിമാരെ കല്യാണം കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ ഭാഗം, ഇങ്ങനെ പല സിസ്റ്റങ്ങളുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പോലെയാണ് പറയുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു അടിമയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഏറ്റവും മാന്യനായിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ലെങ്കിൽ അതിൻ്റെ വില കൊടുത്ത് തീർക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് പഴയ നിയമകാലത്തുണ്ടായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. കഴുതയെ ഒരുത്തിന് വേണമെങ്കിൽ അതിനെ ആട്ടിൻകുട്ടിയുടെ കഴുത്തൊടിച്ചിട്ട് വേണം അതിനെ ജീവിപ്പിക്കാനായിട്ട്, അതിനെ പാർപ്പിക്കാൻ. ഇതുപോലെ ചിലരെ മേടിക്കണമെങ്കിൽ അതിൻ്റെ വില കൊടുക്കണമായിരുന്നു. ഇങ്ങനെ വില കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് പറയുന്നത് നീ എനിക്ക് മാന്യനും വിലയേറിയവനും ആകിയാൽ. ഇത് ദൈവം തമ്പുരാൻ ഒരുവനെ കുറിച്ച് പറയുന്ന, തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഇത് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്ന, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ അവകാശം കിട്ടിയിരിക്കുന്ന നമ്മെക്കുറിച്ച് പറയുന്നൊരു വചനമായിട്ട് ഇത് റിസീവ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനും ആകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും അതിനു പകരം അതേ മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. കാരണം നിന്നെ കളയാൻ പറ്റത്തില്ല. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാ. എബേസിനെ കുറിച്ച് ഒരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന് ലോകമിട്ട പേരാണ് എബേസ്. അവന്റെ അമ്മ അവന്റെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനിട്ട പേരാണ് എബേസ്, വ്യസനപുത്രൻ, കരച്ചിലിന്റെ സന്തതി എന്നൊക്കെയാ അർത്ഥം. അങ്ങനെ ഒരുവനെ പ്രസവിച്ചു. എന്നാൽ ദൈവം അവനിട്ട പേരാണ് ഏറ്റവും മാന്യനെന്ന്. ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പൈതലിനെ ആ കൈക്കൊണ്ട് കർത്താവിന്റെ മകനെന്ന്, ദൈവത്തിന്റെ മകനെന്നോ മകളെന്നോ അവകാശപ്പെടുന്ന നിനക്കിടുന്ന പേരാണ് നീ വിലയേറിയവനും ഏറ്റവും മാന്യനുമാണ്. ദൈവത്തിന്റെ മുമ്പിൽ കുഞ്ഞെ, ഈ ലോകത്തിൽ നിനക്ക് വിലയില്ലെങ്കിലും, ഈ ലോകത്തിൽ ആരൊക്കെ നിന്റെ മുതുകിലൂടെ ചവിട്ടി നടന്നാലും, നിനക്ക് വിലയില്ലാതെ നിന്നെ മാറ്റി നിർത്തിയാലും, നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും, ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ വില വലുതാണ്. നിന്നെ കുറിച്ച് പറയുന്ന വാക്കാണ് നീ വിലയേറിയവനും മാന്യനുമായിരിക്കുന്നു. ഹല്ലേലൂയ. നീ വചനം കേട്ടേ, നീ ദൈവസന്നിധിയിൽ വിലയേറിയവനും മാന്യനുമായിരിക്കുന്നു. നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുമെന്ന് ഈ വചന ഹൃദയത്തിനകത്തേക്കൊന്ന് സ്പർശിക്കട്ടെ. നിനക്ക് പകരം ജീവനെയും, നിന്റെ ജീവന് പകരം നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുമെന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന് അന്തരംഗം തിളയ്ക്കണം. കാര്യം എന്താണെന്നറിയാമോ? നിന്നെ വിട്ടുകൊടുക്കാൻ നിന്റെ ഉടയവനായ, നിന്റെ പിതാവായ, നിന്റെ ഓണർഷിപ്പ് അവകാശമുള്ള നിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന് മനസ്സില്ലാന്ന്.
ചിലരങ്ങനെയില്ല, ചിലർ പെറ്റ്സ് ആയിട്ട് സൂക്ഷിക്കുന്ന, ചില പെറ്റായിട്ട് ഏറ്റവും അങ്ങനെ സ്നേഹത്തോടെ സൂക്ഷിക്കുന്ന ചില പക്ഷികളോ ചില മൃഗങ്ങളോ ചില വസ്തുക്കളോ ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ചില നായ്ക്കളെയൊക്കെ അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. ഇതിനെയൊക്കെ വിട്ടുകൊടുക്കത്തില്ല. എത്ര വില കൊടുക്കാമെന്ന് പറഞ്ഞാലും അതിനെ വിട്ടുകൊടുക്കത്തില്ല. കാരണം അവരുടെ ഹൃദയ ആത്മാവോട് പറ്റിച്ചേർന്നിരിക്കുന്നത് പോലെയാ. ഇതുപോലെ ദൈവത്തിന്റെ പെറ്റായിട്ട് ദൈവത്തിന്റെ ആത്മാവോട് പറ്റിച്ചേർന്നിരിക്കുന്നത്, ദൈവത്തോട് അങ്ങ് സഹിത്വം പ്രാപിച്ചു നിന്നെ വിട്ടുകൊടുക്കാൻ ദൈവം തയ്യാറാവുകയില്ലെന്ന്. നിനക്ക് ദൈവം തമ്പുരാൻ ഒന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയാൻ, നിനക്ക് പകരം ആരെ വേണേ തരാം. മനുഷ്യരെ വേണോ? നിനക്ക് പകരം നിന്റെ ജീവന് പകരം ജാതികളെ തരാം. പക്ഷെ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആ മാറോട് ചേർന്നിരിക്കുന്ന കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന കർത്താവിന്റെ രാജ്യത്തോട്, അവന്റെ പുത്രനായി പുത്രിയായി ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ നിന്നെ വിട്ടുകൊടുക്കില്ല എന്ന്. നിനക്ക് പകരം കർത്താവ് എന്ത് വേണേ കൊടുക്കും. മനുഷ്യരെയോ ജാതികളെയോ അവരുടെ ജീവനെയോ കൊടുക്കും. പക്ഷെ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. എത്ര മനോഹരമായ ഒരു വചനമാണ്. കർത്താവിന്റെ സന്നിധിയിൽ നീ വിലയേറിയവനും മാന്യനുമാ. ആ വചനത്തെ ഉള്ളിലൊന്ന് അതിന്റെ ടേസ്റ്റ് ഒന്ന്, അതിന്റെ ആഴത്തിൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് അനുഭവിച്ചറിഞ്ഞേ. ദൈവത്തിന്റെ സന്നിധിയിൽ ലോകത്തിന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ, നിന്റെ ഈ മനുഷ്യന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ, നിനക്ക് വിലയില്ലാതെ കണ്ടോ, നിന്നെ ക്വാളിറ്റി ഇല്ലാതെ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ കണ്ടോ, വിട്ടുകളഞ്ഞേ. അതെല്ലാം കളഞ്ഞിട്ട് നീ ഒന്ന് കണ്ടേ ദൈവത്തിന്റെ സന്നിധിയിൽ. നിന്നെ വിലയേറിയവനും മാന്യനുമായി കാണുന്നെന്ന്, നിന്നെ വിലയേറിയവനും മാന്യനുമായി കാണുന്നെന്ന്. കർത്താവ് നിന്നെ വിലയേറിയവനും മാന്യനുമായി കാണുന്നു. ഹല്ലേലൂയ. അതെ, നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആര് ചോദിച്ചാലും നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഏത് പ്രതിസന്ധിയൊക്കെ അകത്ത് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കും. പക്ഷേ നിന്നെ കൊടുക്കത്തില്ല. നീ അത്ര പ്രേഷ്യസാ ദൈവത്തിന്റെ കൈകളിൽ. ദൈവത്തിന്റെ അടുത്ത് നീ അത്ര പ്രേഷ്യസാ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ആ വിലയൊന്ന് തിരിച്ചറിഞ്ഞ് ചരാചരങ്ങളുടെ ഉടയവനായ സൃഷ്ടിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അത്ര പ്രേഷ്യസ് ആണെന്ന് കുഞ്ഞെ നീ ഒന്ന് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ, ഞാൻ ഏറ്റവും മാന്യനും വിലയേറിയവനുമായി ഈ സന്ദേശം കേൾക്കുന്ന സകല പേരെയും ദൈവം അങ്ങനെ എണ്ണിയിരിക്കാൻ നന്ദി പറയുന്നു. ഒരു മനുഷ്യരെ വിട്ടുകൊടുക്കാതെ, ലോകത്തിന് വിട്ടുകൊടുക്കാതെ, പകരം മനുഷ്യരെയും ജീവന് പകരം ജാതികളെയും കൊടുത്ത് ദൈവത്തിന്റെ വിലയേറിയവനും പ്രേഷ്യസായ ദൈവത്തിന്റെ ആ പ്രേഷ്യസായി മാറോട് ചേർത്ത് അടയ്ക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനമോഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മെ മറക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.